ഹായ് ഫ്രണ്ട്സ്, ട്രെയിൽസ് ആൻഡ് ടെയിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മുമ്പ് ഇട്ട നെല്ലിക്കാമല ഓഫ് റോഡിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മളിന്ന് പോകുന്നത് ഏണിപ്പാറയിലേക്കാണ്. ഏണിപ്പാറ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ഒരു ഹിഡൻ ജെം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അധികം ടൂറിസ്റ്റുകളൊന്നും പോവാത്ത, അങ്ങനെ ടൂറിസം അധികം വളർന്നിട്ടില്ലാത്ത ഒരു ഏരിയയാണ്. അതിൻ്റേതായിട്ടുള്ള മെച്ചമുണ്ട്, കാരണം അവിടെ എങ്ങും തന്നെ പൊല്യൂഷനോ അങ്ങനെ ചവറ് കൂട്ടിയിട്ടിരിക്കുന്നോ ഒന്നും തന്നെ ഇല്ല. ഏണിപ്പാറ സ്ഥിതി ചെയ്യുന്ന അമ്പൂരി പഞ്ചായത്തിലാണ്. അമ്പൂരി പഞ്ചായത്തിലെ തേക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് ഏണിപ്പാറയിലേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടത്. ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡ് സ്ട്രെയിറ്റ് ചെല്ലുന്നത് തന്നെ ഏണിപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് സെഷനിലേക്കാണ്. ഇവിടം തൊട്ടാണ് ശരിക്കും ഏണിപ്പാറയുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുൾ കയറ്റമാണ്. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഒരു ഓഫ് റോഡ് എന്ന് പറയുന്ന ലെവലിലുള്ള ഒരു ടാസ്ക് ഉള്ളത്, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി ഉള്ളത്. ബാക്കിയെല്ലാം തന്നെ അത്ര കഠിനമല്ലാത്ത ചെറിയൊരു ഓഫ് റോഡ് റോഡ് മാത്രമാണ്. ജസ്റ്റ് ഒരു ഫൺ ഡ്രൈവ് എന്ന ലെവലിൽ പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. ഏണിപ്പാറയിലേക്ക് പോകാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് ശേഷം പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മഴ സമയം നോക്കി പോകുന്നതായിരിക്കും നല്ല. മഴ കിട്ടണം, പോകുന്ന വഴിക്കെങ്കിലും മഴയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലെത്തുമ്പോഴത്തേക്കും ഏണിപ്പാറ അതിൻ്റെ മാക്സിമം ബ്യൂട്ടിയിൽ ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമാണ് അവിടെ കുറച്ച് കോടമഞ്ഞും ഒക്കെ ഉണ്ടാകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കും. കാരണം ഒബ്വിയസ്ലി അതിൻ്റെ മേൽഭാഗത്ത് പാറ മാത്രമാണ്, ഒരു വലിയ പാറയാണ്. പിന്നെ നല്ലൊരു കിടിലം വ്യൂ ആണ്. അതായത് അതിനെക്കുറിച്ച് കൂടുതൽ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് കൂടുതൽ സംസാരിക്കുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ശക്തി പിടിച്ച് ക്യാമറ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും വഴിയുള്ള ഏറ്റവും ടൈറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണിത്. ഇവിടെ താറ് വരെയാണ്. താറിന് കംഫർട്ടായിട്ട് പോവാം. താറിന് മുകളിലുള്ള ഏതൊരു വണ്ടിയും സ്നക്ക് ഫിറ്റ് ആയിരിക്കും. എനിക്ക് അറിയില്ല ഡിഫൻഡറൊക്കെ ഈ ഒരു ഏരിയ പോകാൻ പറ്റുമോ എന്ന് നല്ല രീതിയിൽ ഒരയാൻ സാധ്യതയുണ്ട്. താറ് വരെ കറക്റ്റായിട്ട് പോകാൻ പറ്റും. പിന്നീട് അവിടെ നിന്ന് ഒരു ടൈറ്റായിട്ടുള്ള ഒരു വളവാണ്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ വലിയ വണ്ടികൾ വരുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. അപ്പോൾ ജിമ്മി ചെറുതായതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമുക്ക് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റി. ഈ സ്ഥലത്തു നിന്നാണ് നമുക്ക് കൂനിച്ചിമലയിലേക്കുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാറയുടെ മുകളിൽ ആരോ മാർക്കായിട്ട് കാണിച്ചിരിക്കുന്നതായിട്ടില്ലേ, അതുവഴിയാണ് ശരിക്കും ട്രെക്കിങ്ങിന് പോകേണ്ടത്.
തിരുവനന്തപുരത്ത് ഇത്ര കിടിലം ഒരു ഫോറസ്റ്റും ഒരു ഓഫ് റോഡ് ട്രെയിൽസും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കും? തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്നവർ എത്ര പേര് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നതിനെക്കുറിച്ച് തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓർമ്മ വരുന്നത് ഇടുക്കി ജില്ലയും അവിടുത്തെ വാഗമൺ അങ്ങനത്തെ ഏരിയയിലുള്ള ഓഫ് റോഡാണ്. പക്ഷെ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് അമ്പൂരിയിൽ തന്നെ ഒരുപാട് ഓഫ് റോഡ് ട്രെയിൽസ് ഉണ്ട്. നമുക്ക് കൂടുതൽ ട്രെയിൽസ് ഇനിയും വരുന്ന വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നമ്മളങ്ങനെ ഇവിടുത്തെ പ്രകൃതി ആസ്വദിച്ചിരുന്നപ്പോഴാണ് മഴ സ്റ്റാർട്ട് ചെയ്തത്. മഴ എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള മഴ തന്നെയായിരുന്നു. മഴ ഒരു പരിധിവരെ നല്ലതായിരുന്നു. കാരണം മുകളിൽ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭയങ്കര മാജിക്കലായിരുന്നു. നല്ല കോടമഞ്ഞ്, നല്ല തണുത്ത കാറ്റുമൊക്കെയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ട്രിവാൻഡ്രത്താണ് എന്ന് പോലും നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഏണിപ്പാറയുടെ മുകളിൽ. വണ്ടി ബാക്കിലുണ്ടോ? നമ്മൾ എത്താറാ. ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റേനൊക്കെ അത്ര ഇതില്ലെന്ന് തോന്നുന്നു. അത്രയില്ല. അത് നമ്മൾ ലോയിൽ തന്നെ വരുന്ന പോകാൻ ആയിരിക്കും. ഇവിടെ നിർത്തി.
നമ്മളങ്ങനെ ഏണിപ്പാറ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. താഴെ അമ്പൂരിയും പിന്നെ ഈ കൂനിച്ചി മലയും കൊണ്ടകെട്ടി മലയൊക്കെ ഇവിടെ നിന്ന് കാണാം. ഇവിടെ നിന്ന് ഒരു 360 ഡിഗ്രി വ്യൂ തന്നെയാണ് കിട്ടുന്നത്. കാരണം വേറൊന്നും തന്നെ നമ്മളെ മറയ്ക്കുകയോ അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് ആ മേജർ ജീപ്പിൻ്റെ ബാക്കിലൊരു വലിയ പാറയുണ്ട്, അതാണ് ഏണിപ്പാറ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ വണ്ടി കയറ്റാവുന്നതാണ്. കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അത് ട്രൈ ആവുന്നതാണ്. ഇതിന് ചുറ്റും കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളി, നല്ലൊരു തണുത്ത അന്തരീക്ഷം. നമ്മൾ തീരെ പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനെ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇതിന് കൂടുതൽ ഭംഗിയും ആ ഒരു എക്സ്പീരിയൻസ് നന്നാക്കുന്നത് ഈ ഒരു ചെറിയ മഴയും ആ ഒരു കോടമഞ്ഞും ആ ഒരു തണുപ്പൊക്കെയാണ്. ഇതൊന്നും ഇല്ലാത്തൊരു ടൈമിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതിനേക്കാളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു മഴയൊക്കെ ഉള്ളൊരു സമയം നോക്കി വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേര് എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ്. ഫ്രണ്ട് പോ, ഇറങ്ങ്. ചെറുതാടാ, ചെറുത്.
അങ്ങനെ ഏണിപ്പാറയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അടുത്ത പോകുന്നത് മായംകടവിലേക്കാണ്. മായംകടവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ന് റിസോർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെയുള്ള ഒരു കടവാണ്. മിക്കവാറും ഇവിടെയൊക്കെ വരുന്നവർ ആ ഒരു ഏരിയയിലും പോയിട്ടാണ് പോവാറ്. ഇതാണ് മായംകടവ്. ഇവിടെ നിന്ന് നമുക്ക് വണ്ടി വെള്ളത്തിലൂടെയൊക്കെ ഒന്ന് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടും. സോ അതൊക്കെ ട്രൈ ഔട്ട് ചെയ്യാമെന്നുള്ള ഇതിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓഫ് റോഡ് വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.